ആലുവ കൃഷിഭവനാണ് കൃഷി ഓഫീസും കാര്യങ്ങളും. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ അകലം ഉണ്ട്. ഞാൻ ഇതിനു മുന്നും പല പച്ചക്കറികളും മറ്റു കൃഷികളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ ഇതുള്ള പശുക്കളാണ്. പശുക്കൾ എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റി പശുക്കളാണ്. ഞാൻ തന്നെ സ്വന്തമായി കൊണ്ടുവന്നത്. 6 എണ്ണം ഉണ്ട്. അതിൻ്റെ കിടാക്കളും ഉണ്ട്. അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന രീതിയിലാണ് ഇത് പോകുന്നത്. ചിലവ് കൂടുതലാണെങ്കിലും ഒരു നിത്യവരുമാനം എന്ന രീതിയിൽ അത് കൊണ്ട് നടക്കാൻ കഴിയുന്നു. രണ്ടാമത് ഇതിൻ്റെ കൂട്ടത്തിൽ ആദ്യം ആടൊക്കെ ഉണ്ടായിരുന്നു. ആടത്ര സുഖമില്ലാത്തതിൻ്റെ പേരിൽ നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നീട് ഒരു കൃഷിഭവൻ്റെ ഒരു അഭ്യർത്ഥന പ്രകാരം നല്ല സപ്പോർട്ടോടുകൂടി ഇപ്പോൾ ഈ തേൻ കൃഷിയിലേക്ക് എനിക്ക് ആദ്യമേ ഒരു താല്പര്യമുള്ള ഒരു കൃഷിയായിരുന്നു. ചെയ്തിട്ടില്ലെങ്കിലും അവിടുത്തെ സുനിൽ സാറിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഈ പദ്ധതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 8 കൂട് തന്നു. അത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കി പഠനങ്ങളെല്ലാം പോയി പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ആദ്യത്തെ സംരംഭമാണ്, തെറ്റില്ലാത്ത ഇതാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടു. അത് വന്നു. പിന്നീട് അടുത്തത് ആയിട്ട് പച്ചക്കൃഷി എനിക്കുണ്ട്. ഇപ്പോൾ വീട്ടാവശ്യം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇപ്പം സീസൺ ആയതുകൊണ്ട് വീണ്ടും താഴേക്ക് ഇറക്കിക്കൊണ്ട് കൃഷിഭവൻ പറഞ്ഞ പ്രകാരം മെല്ലറ്റ് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി പച്ചക്കറികൾ ഒരു തെങ്ങ് തൈകൾ നട്ട് അതിൻ്റെ ഇടവശമാണ്. നനയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. താഴെ തന്നെ 2 വലിയ കുളങ്ങളുണ്ട്. പിന്നെ പുഴയിൽ നിന്ന് വെള്ളം സ്പ്രിങ്ക്ലർ ചെയ്യുക. സ്പ്രിങ്ക്ലർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുഴയിലെ വെള്ളം എടുത്തിട്ടാണ്. ഈ 2 വലിയ കുളം എന്ന് പറയുന്നത് മീനെ വളർത്താൻ വേണ്ടിയിട്ട് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ചെയ്തതാണ്. അതിന് പുറമെ ചെറിയ വീടിൻ്റെ അടുത്ത് ഒരു ഷോ എന്നുള്ള നിലയ്ക്ക് പിള്ളേർക്കെല്ലാം കാണാം, രസിക്കാം, ഉല്ലസിക്കാം എന്ന രീതിയിൽ തന്നെ ഒരു ചെറിയൊരു കുളം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തും മീനുകൾ ഇട്ടിട്ടുണ്ട്. ചിത്രലാടയുണ്ട്, കളർ മീനുകളുണ്ട്, തിലോപ്പി മീനുണ്ട്. ഇവയൊക്കെ ചെയ്ത് അത് കുഴപ്പമില്ലാത്ത രീതിയാണ്. നമ്മുടെ വീട്ടാവശ്യം നമ്മൾ ഈ മത്തിയും അയലയൊന്നും മേടിച്ച് തിന്നേണ്ട കാര്യമൊന്നുമില്ല. മക്കൾക്ക് കൊടുക്കാവുന്ന നല്ലൊരു പദ്ധതിയാണ് അത്. താഴെയായിട്ട് മുകളിലായിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള മീനുകൾ നമുക്ക് അതിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുന്നു. പിന്നെ ഒന്നുള്ളതാണ് കോഴിയും ഒന്ന് നിർത്തി വെച്ചതാണെങ്കിലും വീണ്ടും സാറൊക്കെ പറഞ്ഞ അതിൻ്റെ സപ്പോർട്ട് പ്രകാരം വീണ്ടും ഞാൻ കൃഷി അത് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു മുട്ട മേടിക്കണം 9 രൂപ 10 രൂപ കൊടുക്കണം. അപ്പോൾ ആ സ്ഥിതിക്ക് നമുക്ക് കുറച്ചൊരു 10 കോഴി അല്ലെങ്കിൽ 20 കോഴിയെ വളർത്തുകയാണെങ്കിൽ നമ്മുടെ നിത്യചെലവ് ഒന്ന് എനിക്കും കഴിക്കാം, ബാക്കി പിള്ളേർക്കും കഴിക്കാം. ഈ രീതിയിലുള്ള ഒരു സപ്പോർട്ടൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം സപ്പോർട്ട് കൃഷിഭവൻ മുഖേനയാണെന്നുള്ളത് പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നു. അല്ലാണ്ട് സ്വന്തമായിട്ട് ഇതൊന്നും എല്ലാം ചെയ്യാനുള്ള ഒരു ഇതൊന്നും നമുക്കില്ല. അതുകൊണ്ട് കൃഷിഭവൻ്റെ അല്ലെങ്കിൽ സുനിൽ സാറിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഏർപ്പാടുകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.